നിങ്ങൾ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2026 ഏപ്രിൽ മാസം 7-ാം തീയതി, അതായത് 1201 മീനമാസം 24-ാം തീയതി കുജവാരം ചൊവ്വാഴ്ച. നാളെ ചൊവ്വാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:22, അസ്തമയം വൈകിട്ട് 6:32. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, ഉച്ചയ്ക്ക് 3 മുതൽ 4:30 വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത എന്താ എന്ന് ചോദിച്ചാൽ, നാളെ ചൊവ്വാഴ്ചയും തൃക്കേട്ടിയും വരുന്ന ദിനമാണ്, ചൊവ്വാഴ്ചയാണ്. അതിനാൽ നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, നിങ്ങളുടെ ദേഹസംബന്ധമായ ക്ലേശങ്ങളുണ്ടെങ്കിൽ ദേഹമുട്ട്, ശത്രുദോഷമുണ്ടെങ്കിൽ ശത്രുമുട്ട്, അപ്രകാരം തന്നെ കർമ്മമേഖലയിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ കർമ്മമുട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് നാളത്തെ ദിനം. ഈ തൃക്കേട്ട നക്ഷത്രം മറ്റൊരു ശുഭകാര്യത്തിന് നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ്. യമരുദ്രാഹി, മുപ്പൂരം, തൃക്കേട്ട് ഇവ 7 നാൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകിലവൻ വര എന്നാണ് പ്രമാണം. യമൻ എന്നാൽ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പിന്നീട് പൂരം, പൂരാടം, പുരൂരുട്ടാതി, മുപ്പൂരം, തൃക്കേട്ട. ഈ 7 നക്ഷത്രങ്ങൾ വിത്തിട്ടാൽ പൊടിക്കാത്ത ദിനമാണ്. അപ്രകാരം യാത്ര പോയാൽ തിരിച്ചു വരാത്ത ദിനമാണെന്നറിയുക. അതിനാൽ നാളത്തെ ദിനം ഒരു തരത്തിലുള്ള യാത്രയ്ക്കൊന്നും തന്നെ ഒരു ശുഭമുഹൂർത്തം അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കർമാരംഭത്തിന് ഒരു ശുഭമുഹൂർത്ത സമയം നൽകാൻ പാടില്ല ജ്യോത്സ്യനെന്നറിയുക. വളരെയധികം ഒഴിച്ചുകൂടാത്ത വല്ല പദ്ധതികളും ഉണ്ടെങ്കിൽ അതിന് സമയം കാണണം. കാലത്ത് 9:30 മുതൽ 10:30 മണി വരെയുള്ള സമയം അതിനായി സ്വീകരിക്കാം. നാളെ നന്നായി ഭദ്രകാളി മന്ത്രം ജപിക്കുക. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ, ഇതാകുന്ന ഭദ്രകാളി മന്ത്രം. ഈ മന്ത്രം ജപിച്ച് എല്ലാം വളരെ അനുകൂലമാക്കുക. മേൽപ്പറഞ്ഞ വഴിപാടുകളെല്ലാം ചെയ്യുക. പ്രിയമുള്ള പ്രേക്ഷകർക്ക് ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.